ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒന്ന് കാവ്യ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് അതിരപ്പള്ളി വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോണ വഴി കാണാം. അമ്മ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ. വിളിക്കാം. ചെരുപ്പൊക്കെ എടുത്തു. നല്ല ചെരുപ്പ് ചീത്തയാക്കണ്ടല്ലോ. അതിരപ്പള്ളി വീട്ടിൽ നിന്നൊരു 20 മിനിറ്റ് ഡ്രൈവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഒരു ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് തുമ്പൂർമൊഴി എന്ന് പറഞ്ഞിട്ട് സ്ഥലമാണ്. അതിരപ്പള്ളിക്ക് മുമ്പ് ഒരു ഡാമാണത്. അവിടേക്ക് ഞങ്ങൾ കയറിയില്ല. അവിടെ നല്ലൊരു ഗാർഡനൊക്കെ ഉള്ള സ്ഥലമാണ്. തുമ്പൂർമൊഴി ഗാർഡൻ ആണ് ഉള്ളത്. ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴികളുടെ പോകാൻ രസമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി ചായ കുടിച്ചു. പിന്നെ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്നതാണ് സിൽവർ സ്റ്റോം എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ തീം പാർക്കാണത്. മുമ്പൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ അവിടെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി എത്തി. നമ്മുടെ ഫ്രണ്ടിൽ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ മാങ്ങ ഉപ്പ് മുളകൊക്കെ ഇട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് വാങ്ങിച്ചു. പിന്നെന്താ അതിലേക്കൂടെയൊക്കെ നടന്ന് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്തു. 50 റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റ്. അപ്പോൾ അതിരപ്പള്ളിക്കുള്ള എൻട്രൻസ് ഗേറ്റിലൂടെ ഞങ്ങൾ എൻ്റർ ചെയ്ത് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട്. മെയിനായിട്ട് അതിരപ്പള്ളി ഫോൾസ് മോളിൽ നിന്ന് കാണാനായിട്ട് ഈ കണ്ടോ അവിടെ വരെ നടക്കാനുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ ശരിക്കും കാണണമെങ്കിൽ താഴേക്ക് പോവാം. 5 മണി വരെ നമുക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. 5:30 വരെ ഓൾറെഡി ടിക്കറ്റ് എടുത്തവർക്ക് കയറാം. പിന്നെ 5:30 കഴിഞ്ഞാൽ നമ്മൾ കയറ്റില്ല. ഞങ്ങൾ എന്തായാലും ഒരു 3:30 ആയപ്പോഴേക്ക് എത്തി കേട്ടോ. 3:30 അല്ല 3 മണി ആയപ്പോഴേക്ക് എത്തി. അങ്ങനെ താഴേക്ക് നല്ലൊരു ഇറങ്ങി പോകണം. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി എത്തി. ഇതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പാരഗണിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.